അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പെട്ടെന്നുണ്ടാകുന്നതായ ഒരു പ്രയാസത്തിൽ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ബുദ്ധിമുട്ടുകളുണ്ടായാൽ ഖുർആനികമായ ഒരുപാട് പരിഹാരങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഖുർആനികമായ ആത്മീയമായ മരുന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഒരു മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും തളർച്ചയോ ക്ഷീണമോ മറ്റുള്ളതായ പ്രയാസങ്ങളോ ഉണ്ടാകാം. അത് ചിലപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ വല്ല പൈശാചികമായ ബുദ്ധിമുട്ടുകളുടെയോ പ്രയാസങ്ങളുടെയോ കാരണം കൊണ്ടാകാം. എന്നാലും പെട്ടെന്നുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും വെപ്രാളവും ആവലാതിയും കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് നമുക്കൊരു പൊടിക്കൈകൾ എന്നൊക്കെ പറയാം. ഖുർആനുമായൊരു ബന്ധമുണ്ടാവുക എന്നുള്ളത് മനുഷ്യന് എപ്പോഴും ഒരു കാവലാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഖുർആനുമായി കൊണ്ട് ബന്ധമുണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ളതായ പ്രയാസങ്ങളെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകും. ഞാൻ പറയാൻ പോകുന്ന ആ ഖുർആനികമായ ആത്മീയമായ ഒരു മരുന്ന് നിങ്ങളെല്ലാവരും പതിവാക്കണം. ഇത് മഹാന്മാരായ ഉസ്താദുമാരുടെ ഇജാസത്തുള്ള, പ്രത്യേകിച്ച് അവർ മഹാന്മാരായ ആളുകളൊക്കെ നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ അറിവ് പകർന്നു കൊടുക്കാനും തന്നുകൊണ്ട് അവരുടെ സമ്മതപ്രകാരം നമുക്ക് തന്നതാണ്. ആ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരു സൂറത്തായിക്കൊണ്ട് എല്ലാവർക്കും സുപരിചിതമായൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഉടനെ ഒരു ഫാത്തിഹ ഓതുക. അതുപോലെ സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം മുതൽ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെയുള്ള ഭാഗം, ആദ്യത്തെ പേജിൽ കാണുന്നതായ ആ കുറച്ച് ആയത്തുകൾ എല്ലാവരും ഓതുക. അതൊരു തവണയാണ് എല്ലാവരും ഓതേണ്ടത്. അതിനുശേഷം സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനമുള്ള ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി തുടങ്ങുന്നതായ ആ ഒരു ആയത്തും ഒരു തവണ എല്ലാവരും ഓതുക. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രശ്നങ്ങളെ തീ കൊണ്ട് കരിക്കുന്നത് പോലെ കരിക്കുന്നതായ സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് എന്ന് തുടങ്ങുന്നതായ ആ സ്വലാത്തുൻ നാരിയ, നാരിയത്തു സ്വലാത്ത്. നാറ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ തീ പോലെ കരിച്ചു കളയുന്ന, തീ കൊണ്ട് എന്തു വസ്തുവും കരിയുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ കരിച്ചു കളയുന്ന സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അതുകൊണ്ടാണ് ആ ഒരു സ്വലാത്തിന് സ്വലാത്തുൻ നാരിയ എന്ന് തന്നെ പേര് വന്നത്. അതും ഒരു തവണ ചൊല്ലി ഇവ നമ്മുടെ ശരീരത്തിൽ മന്ത്രിച്ചൂതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുന്നനെയുള്ളതായൊരു കാവൽ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു രക്ഷ ഖുർആനികമായ ആത്മീയമായ മരുന്നുകളിലൂടെ നൽകുന്നതാണ്. എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക. അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരെയും, നമ്മളെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, കൂട്ടുകുടുംബാദികൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, നാമുമായി ബന്ധമുള്ളവർ, നമ്മളുമായി ബന്ധമുള്ളവർ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് ഷെയറോ കമൻറ്റോ ഒക്കെ ചെയ്ത് നിങ്ങൾ ഇൽമിൻ്റെ വാഹകരാവണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.